എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷൈജു. ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് നമ്മുടെ വരാൻ പോകുന്ന LP UP പരീക്ഷകളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ്സുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, 2025 കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമുക്ക് LPയുടെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ UPയുടെ റാങ്ക് ലിസ്റ്റും നിലവിൽ വരും. അങ്ങനെ 2025 നിലവിൽ വന്നിരിക്കുന്ന ഈ LP UP റാങ്ക് പട്ടിക 2028 ആകുമ്പോൾ അവസാനിക്കും. കാരണം ഒരു റാങ്ക് പട്ടികയ്ക്ക് 3 വർഷത്തെ കാലാവധിയാണുള്ളത്. അപ്പോൾ 2025 വന്ന റാങ്ക് പട്ടിക 2028 അവസാനിച്ചുകൊണ്ട് പുതിയ റാങ്ക് പട്ടിക അന്ന് നിലവിൽ വരും. അപ്പോൾ 2028 വരാൻ പോകുന്ന റാങ്ക് പട്ടികയുടെ ആദ്യത്തെ ഓരോ ജില്ലകളുടെയും 50-നകത്തേക്ക് നമ്മളുടെ പേരെത്തിക്കുക എന്നുള്ള വലിയൊരു മിഷന്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ ഓരോരുത്തരും വരാൻ പോകുന്ന LP UP പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ട് നിങ്ങൾ ഇത്തവണ കേട്ടറ്റ് പരീക്ഷ എഴുതുന്നവരുണ്ടായിരിക്കാം. കഴിഞ്ഞ LP UP പരീക്ഷയിലെ ചെറിയ മാർക്കിന് നമ്മുടെ ദൗത്യം പരാജയപ്പെട്ടു പോയവരുണ്ടാകാം. അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിന്റെ അവസാന ഭാഗത്തേക്ക് പേര് വന്ന് നിരാശപ്പെട്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉണ്ടാകാം. എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കത്തുള്ളൂ. നമ്മളെപ്പോഴും കാണുന്നത് വിജയിച്ച നിമിഷം മാത്രമാണ്. പക്ഷേ അതിലേക്ക് എത്തിച്ചേരുവാൻ എടുത്ത എഫോർട്ട് എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരിക്കും. ഈ ഒരു ജീവിത യാത്രയിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് പരാജയങ്ങളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെയുള്ള ഒരു ദുർഘടം പിടിച്ച ഒരു യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനമാണ് നമ്മൾ വിജയത്തിലേക്ക് എത്തുന്നത്. പക്ഷേ നമ്മൾ എപ്പോഴും ആളുകളുടെ വിജയിച്ച ആ ഒരു നിമിഷം മാത്രമാണ് കാണുന്നത്. പക്ഷേ അതിന് പിറകിൽ അവരെടുത്ത എഫോർട്ട് എന്ന് പറഞ്ഞാൽ ഒരുപാട് പരാജയങ്ങൾ ഏറ്റുവാങ്ങിയിട്ടാണ് അവർ വിജയത്തിലേക്ക് എത്തുന്നത്. അപ്പം അതുകൊണ്ട് ഓരോ പരാജയങ്ങളും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാണെന്ന് മനസ്സുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് വലിയ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ അടുത്ത LP UP പരീക്ഷകൾക്ക് തയ്യാറെടുക്കേണ്ടത് അനിവാര്യതയാണ്. 2026 അവസാനം നിങ്ങളിലേക്ക് പുതിയ LP UP പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരികയാണ്. 2025 ഏകദേശം അവസാന സമയമായി എടുത്തു കഴിഞ്ഞു. 2026 അവസാനം വരാൻ പോകുന്ന LP UP നോട്ടിഫിക്കേഷൻ 2027 തുടക്കത്തിൽ പരീക്ഷ നടക്കും. വലിയ കാലതാമസം ഉണ്ടാവത്തില്ല. പരീക്ഷയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ആ വലിയൊരു സിലബസ് പഠിച്ചു തീർക്കുക എന്നുള്ളത് ഒരു ഭാരിച്ച ഉത്തരവാദിത്വവും നമുക്ക് ടെൻഷൻ പ്രദാനം ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പം അതുകൊണ്ട് നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിങ്ങൾ പ്രിപ്പറേഷൻ തുടങ്ങാമെന്ന് വെച്ചാൽ അത് വലിയൊരു മണ്ടത്തരമായിരിക്കും. 2022 റാങ്ക് ലിസ്റ്റ് വന്ന സമയത്ത് അന്ന് പഠിച്ചു തുടങ്ങിയ ആൾക്കാരാണ് 2025 ലിസ്റ്റിൽ വന്നത്. സ്വാഭാവികമായിട്ടും 2025 പുതിയ റാങ്ക് പട്ടിക വന്ന സമയത്ത് 2025 പ്രിപ്പറേഷൻ തുടങ്ങിയ ആൾക്കാരാണ് 2028 റാങ്ക് പട്ടികയിലെ ആദ്യത്തെ റാങ്കുകളിലെ ഇടം പിടിക്കുക എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന LP UP പരീക്ഷകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് SCERT പാഠപുസ്തകങ്ങൾ അടുത്ത ഒരു 6 മാസം കൊണ്ട് ഭംഗിയായിട്ട് കവർ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇപ്പോഴേ നിങ്ങൾ സിലബസ് പഠിക്കേണ്ട. SCERT പാഠപുസ്തകങ്ങൾ കൂടുതൽ വായിച്ചു പഠിച്ച് SCERT 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള പുതിയ പാഠപുസ്തകത്തിൽ നിന്നുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള നോളജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത 6 മാസം കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ SCERT പാഠപുസ്തകത്തിൽ നിന്നും നല്ല ഒരു അറിവ് നിങ്ങൾക്ക് നേടിയെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ LP UP പ്രിപ്പറേഷൻ്റെ
ഏകദേശം 30% ദൗത്യം നമ്മൾ കവർ ചെയ്തു എന്നുള്ളതാണ് വസ്തുത. ബാക്കിയുള്ളത് സിലബസ് കേന്ദ്രീകരിച്ചുകൊണ്ട് പഠിക്കുമ്പോൾ തന്നെ SCERT നമ്മുടെ കയ്യിൽ പക്കയായിട്ട് സെറ്റാണെന്നുണ്ടെങ്കിൽ സിലബസ് വളരെ സ്മൂത്തായിട്ട് നിങ്ങൾക്ക് പോകും. അതായത് നിങ്ങളുടെ മുമ്പിലേക്ക് 2026 അവസാനം നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ നിങ്ങൾ സിലബസും SCERTയും സ്വാഭാവികമായിട്ടും പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ടാകും. 2027 തുടക്കം മുതൽ നിങ്ങൾക്ക് ഭംഗിയായിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ നടത്തി മുമ്പോട്ട് പോവുക. ഒരു 4-5 മാസം കഴിയുമ്പോൾ പരീക്ഷ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അപ്പോൾ 2027 പരീക്ഷ 2028 സ്വപ്നം കാണുക. 2028 വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിനെ സ്വപ്നം കണ്ടുകൊണ്ട് ഓരോ ദിവസങ്ങളും വളരെ ഭംഗിയായിട്ട് നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് ആക്കി എടുക്കുക എന്നുള്ള വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് നിങ്ങളിൽ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് 2028 സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുന്ന സമയത്ത് ഈ ഒരു കാലയളവെന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലെ SCERT ടോപ്പിക്കുകൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് അടുത്ത 6 മാസത്തിനുള്ളിലെ ആ ഒരു ഭംഗിയുള്ള ഒരു നോളജ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതിന് നിങ്ങളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ക്ലാസ്സുകളിലും ഓരോ SCERT ടോപ്പിക്കുകൾ കവർ ചെയ്തുകൊണ്ട് പോകുന്നത്. അത്തരത്തിലെ ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ, അതായത് സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സൂചക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ്. പരീക്ഷ മലയാളത്തിലായതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് ടേമുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി മലയാളത്തിലായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ബുക്കിനകത്തേക്ക് വൃത്തിയായിട്ട് നോട്ട് ചെയ്യണം. സോ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ സൂചക സംഖ്യകൾ, അപ്പൊ ഞാൻ പറയുന്ന ഓരോ ഇംഗ്ലീഷ് വാക്കുകൾ റെഫറൻസ് ആയിട്ട് മാത്രം വെച്ചുകൊണ്ട് മലയാളത്തിലുള്ള നോട്ട് തയ്യാറാക്കി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. സൂചക സംഖ്യകൾ അല്ലെങ്കിൽ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എന്താണ് സൂചക സംഖ്യ എന്നുള്ളതല്ലേ നിങ്ങളുടെ സംശയം? മക്കളെ, എന്താണ് സൂചക സംഖ്യ എന്ന് ചോദിച്ചാല്, എടാ നമ്മളൊരു പ്രതലം എടുക്കുക, വെറുതെ ഒരു പ്രതലം നിങ്ങൾ എടുക്കുക. പ്രതലം എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ എടുക്കുക. ആ പ്രതലത്തില് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ബിന്ദു അടയാളപ്പെടുത്താം, അല്ലേ? ഒരു പ്രതലത്തിൽ നിങ്ങൾക്ക് എന്ത് വേണേലും അടയാളപ്പെടുത്താം. നിങ്ങൾക്കൊരു വര അടയാളപ്പെടുത്താം, ഒരു ബിന്ദു അടയാളപ്പെടുത്താം, ചരിഞ്ഞ വര അടയാളപ്പെടുത്താം, എന്ത് വേണേലും അടയാളപ്പെടുത്താം. ഒരു പ്രതലത്തില് ഞാൻ വെറുതെ ഒരു ബിന്ദു ഇവിടെ അടയാളപ്പെടുത്തി. വെറുതെ ഒരു ബിന്ദു ഞാൻ ദാണ്ടേ ഇവിടെ അടയാളപ്പെടുത്തി, കണ്ടോ? മറ്റൊരു ബിന്ദു ഞാൻ ഇവിടെ അടയാളപ്പെടുത്തി, മറ്റൊരു ബിന്ദു ഇവിടെയും അടയാളപ്പെടുത്തി. ഈ ബിന്ദുവിനെ ഞാൻ എ എന്ന് പേര് കൊടുത്തു. ഇവിടെ കുഞ്ഞുങ്ങളെ ഇതിന് ഞാൻ ബി എന്ന് പേര് കൊടുത്തു, ഇതിനെ സി എന്ന് പേര് കൊടുത്തു. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എ എന്ന് പറയുന്ന ബിന്ദു എവിടെയാണ്? അപ്പൊ നിങ്ങൾ പറയും, സാറ് വരച്ചു വെച്ചിരിക്കുന്ന പ്രതലത്തിലെ വലതുവശത്താന്ന് പറയും. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് വലതുവശത്ത് എവിടാ? നിങ്ങൾ കൃത്യമായിട്ട് ആൻസർ പറയേ. അപ്പം പറയും, സാറേ അത് കൃത്യമായിട്ട് പറയുവാൻ സാധിക്കത്തില്ല, കാരണം ഈ പ്രതലത്തിന് പ്രത്യേകിച്ച് റഫറൻസ് ലൈനുകളൊന്നുമില്ല. അപ്പോൾ അത് പരിഹരിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ആശയം ഉപയോഗിക്കുന്നത്. അപ്പൊ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ആശയം ഉപയോഗിക്കുന്നത് ഒരു പ്രതലത്തിൽ ഒരു ബിന്ദു എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഇനി കൃത്യമായിട്ട് പറയുവാൻ സാധിക്കും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ആദ്യം നമുക്ക് റഫറൻസ് ലൈൻ വേണോടാ മക്കളെ. ആദ്യം എന്ത് വേണം? റഫറൻസ് ലൈൻ വേണം. അങ്ങനെ ഞാൻ ഈ പ്രതലത്തിൽ തിരശ്ചീനമായിട്ടൊരു വര വരച്ചു. അതേ പ്രതലത്തിലെ ലംബമായിട്ട് മറ്റൊരു വര കൂടി വരച്ചു. കണ്ടോ? 2 വരകൾ. ഒരെണ്ണം തിരശ്ചീനമായിട്ടൊരു വര വരച്ചു, അതേ പ്രതലത്തിൽ ലംബമായിട്ട് മറ്റൊരു വര കൂടി വരച്ചു.
ഈ രണ്ട് വരകളും ഒരു ബിന്ദുവിൽ മുട്ടും. ആ ബിന്ദുവിനെ പറയുന്ന പേര് ആധാര ബിന്ദു എന്ന് പറയും. ആ ബിന്ദുവിനെ പറയുന്ന പേരെന്താണ്? ആധാര ബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ, ഓ എന്ന് പറയും. ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദു എന്ന് പറയും. ഞാന് തിരശ്ചീനമായിട്ട് വരച്ച വരയുണ്ടല്ലോ, എടാ തിരശ്ചീനമായിട്ട് ഞാൻ വരച്ച വരയെ പറയുന്ന പേര് എക്സ് അക്ഷം. എന്തുവാണ്? തിരശ്ചീനമായിട്ട് ഞാൻ വരച്ച വരയാണ് എക്സ് അക്ഷം. ലംബമായിട്ട് വരച്ച വരയെ ഞാൻ പറയുന്ന പേര് വൈ അക്ഷം. ലംബമായിട്ട് വരച്ച വരയെ പറയുന്ന പേര് വൈ അക്ഷം, വൈ ആക്സിസ്. എക്സ് അക്ഷം, എക്സ് ആക്സിസ്. അപ്പോൾ ഞാൻ ആ തിരശ്ചീനമായിട്ട് വരച്ച വരയുണ്ടല്ലോ, അതിനെ നമ്മൾ എക്സ് ആക്സിസ്, എക്സ് അക്ഷം കൃത്യമായിട്ട് പറഞ്ഞാൽ അതിന് പേര് കൊടുത്താൽ എക്സ് എക്സ് ഡാഷ് എന്ന് പേര് കൊടുക്കാം. എക്സ് എക്സ് ഡാഷ്. ലംബമായിട്ട് വരച്ച വര വൈ അക്ഷം, വൈ വൈ ഡാഷ് എന്ന് പേര് കൊടുത്തു. ഒറിജിൻ ഉണ്ടല്ലോ, അതിന് വലത്തോട്ട് കിടക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ കൃത്യമായിട്ട് സംഖ്യകൾ അടയാളപ്പെടുത്തണം. നോക്കിക്കേ, 1, 2, 3. കാരണം 0 ആണ് നടുവ്. 0 അല്ലെങ്കിൽ ഒറിജിൻ നമ്മൾ റെഫറൻസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ 1 യൂണിറ്റ് അകലെയുള്ള ബിന്ദുവിനെയാണ് നമ്മൾ 1 അടയാളപ്പെടുത്തുന്നത്. ഒറിജിനേക്കാൾ 2 യൂണിറ്റ് അകലെ 2, 3 യൂണിറ്റ് അകലെ 3, 4 യൂണിറ്റ് ആണെങ്കിൽ 4, 5, 6 ഇങ്ങനെ പോകും. ഇടതുവശത്തേക്ക് താണ്ട നോക്കിക്കോണേ. ഒറിജിൻ അല്ലെങ്കിൽ ആധാര ബിന്ദുവിൽ നിന്നും 1 യൂണിറ്റ് ഇടതുവശത്തുള്ള ബിന്ദുവിനെ നമ്മൾ -1 എന്ന് അടയാളപ്പെടുത്തും. -1 എന്ന് അടയാളപ്പെടുത്തും. 2 യൂണിറ്റ് അകലെയാണെങ്കിൽ -2 ആണ് കുഞ്ഞുങ്ങളെ. 3 യൂണിറ്റ് അകലെയാണെങ്കിൽ -3. ആധാര ബിന്ദുവിൽ നിന്നും y അക്ഷത്തിലേക്ക് നമ്മൾ 1 യൂണിറ്റ് അകലെയുള്ള ബിന്ദുവിന് നമ്മൾ 1 എന്ന് പറയും. 2 യൂണിറ്റ് ആണെങ്കിൽ 2, 3 യൂണിറ്റ് ആണെങ്കിൽ 3, 4 യൂണിറ്റ് ആണെങ്കിൽ 4, 5 യൂണിറ്റ് ആണെങ്കിൽ 5. ആധാര ബിന്ദുവിൽ നിന്നും താഴോട്ട് വരുമ്പോൾ -1, -2, -3 ഇങ്ങനെ പോകും. ഇനി നമുക്കൊരു ബിന്ദു അടയാളപ്പെടുത്താം. കുറച്ചും കൂടെ ആധികാരികമായിട്ട് പറഞ്ഞാൽ ദാണ്ടേ, ഇപ്പോൾ നിങ്ങളുടെ ബിന്ദു ഇവിടെയാണ് ഇരിക്കുന്നതെന്ന് കരുതാം. ഇതിന്റെ പേര് എ എന്നെടുക്കാം. ഈ ബിന്ദു എ എന്ന് പറയുന്ന ബിന്ദു ഈ പ്രതലത്തിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആൻസർ പറയുവാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രതലത്തിൽ ഒരു ബിന്ദു എവിടെയാണെന്ന് കൃത്യമായിട്ട് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൂചക സംഖ്യകൾ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ആ ബിന്ദുവിൽ നിന്നും എക്സ് അക്ഷത്തിലേക്ക് ഒരു വര വരയ്ക്കുക. എന്താ ചെയ്യേണ്ടത്? ആ ബിന്ദുവിൽ നിന്നും എക്സ് അക്ഷത്തിലേക്ക് ഒരു വര വരയ്ക്കുക. അപ്പോൾ എക്സ് അക്ഷത്തിലേക്ക് ഒരു വര വരച്ചാൽ അതെവിടെ പോയി മുട്ടി? 4 പോയി മുട്ടി. അപ്പോൾ എക്സ് സൂചക സംഖ്യ 4. എക്സ് സൂചക സംഖ്യ 4. ആ ബിന്ദുവിൽ നിന്നും y അക്ഷത്തിലേക്ക് ഒരു വര വരയ്ക്കുക. y അക്ഷത്തിലേക്ക് ഒരു വര വരയ്ക്കുക. y അക്ഷത്തിലേക്ക് നമ്മൾ ഒരു വര വരച്ചതാണ്ടേ, അതെവിടാ പോയി മുട്ടിയത്? 3. അപ്പോൾ y സൂചക സംഖ്യ എന്ന് പറയുന്നത് 3. അപ്പോൾ എ എന്ന് പറയുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ ഏവ എന്ന് ചോദിച്ചാൽ 4,3 ബ്രാക്കറ്റിനകത്ത് നിങ്ങൾ പറയണം. സൂചക സംഖ്യകൾ പറയുമ്പോൾ ബ്രാക്കറ്റിനകത്ത് 2 സംഖ്യകൾ കോമ ഇട്ട് പറഞ്ഞാൽ മതി. അതിൽ ആദ്യം കിടക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് സൂചക സംഖ്യയും രണ്ടാമത് കിടക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ വൈ സൂചക സംഖ്യയും ആണെന്ന് സിമ്പിളായിട്ട് നമുക്ക് പറയാം. അപ്പോൾ എക്സ് സൂചക സംഖ്യ 4ഉം വൈ സൂചക സംഖ്യ 3ഉം ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ദാ പിടിച്ചോ അടുത്ത പോയിന്റ്. ഇതാണ്ടേ, ഇവിടെ ഞാനൊരു ബിന്ദു അടയാളപ്പെടുത്തി. ഇതാണ്ടേ, ഇത് ബി എന്ന് പറയുന്ന ബിന്ദുവാണ്. ഇപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് താണ്ട കണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ്, എടാ മക്കളെ, 4, 3 എന്ന് പറയുന്ന സൂചക സംഖ്യയിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്താൻ പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് പറയാൻ പറ്റും. അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ബിന്ദു എവിടെയാണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് പറയുവാൻ സാധിക്കും. അപ്പോൾ ഒരു പ്രതലത്തിൽ ഒരു ബിന്ദു എവിടെയാണ് ഇരിക്കുന്നത്,
അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സൂചക സംഖ്യകൾ ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ അങ്ങനാണെങ്കിൽ ഇതാണ്ടേ നോക്കിക്കോണേ, ബി എന്ന് പറയുന്ന ബിന്ദു അതിന്റെ സൂചക സംഖ്യകൾ ഏവാന്ന് ചോദിച്ചാൽ ഇതാണ്ടേ എക്സിലോട്ട് ഒരു വര വരയ്ക്കുക. എക്സ് അക്ഷം എന്ന് പറഞ്ഞാൽ ഇതല്ലേ, അപ്പൊ എക്സിലോട്ട് വരച്ച എവിടാ പോയി മുട്ടിയത്? 3. അപ്പോ എക്സ് സൂചക സംഖ്യ എന്ന് പറഞ്ഞ 3. വൈലോട്ട് വരച്ചപ്പോ എവിടാ വന്ന് മുട്ടിയത്? വൈലോട്ട് വരച്ചപ്പോ 2 വന്ന് മുട്ടിയത്. ഏത് 2? -2. ഏത് 2? -2. അപ്പൊ അങ്ങനാണെങ്കിൽ നമ്മുടെ സൂചക സംഖ്യ എന്ന് പറഞ്ഞാൽ ബിയുടെ സൂചക സംഖ്യ എന്ന് പറഞ്ഞാല് 3,-2 ആണെന്ന് നമുക്ക് ഭംഗിയായിട്ട് മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളു പരിപാടി. അങ്ങനാണെങ്കിൽ ദാ പിടിച്ചോതാണ്ട് ഈ ഒരു പോയിന്റ് പറയടാ. ഈ ഒരു പോയിന്റ് ഇത് സി എന്ന് പറയുന്ന പോയിന്റ് ആണ്. സ്വാഭാവികമായിട്ടും ആദ്യം എങ്ങോട്ടാ വരയ്ക്കേണ്ടത്? എക്സിലോട്ട് വരയ്ക്ക്. എക്സിലോട്ട് വരച്ചാൽ എവിടെ വന്ന് മുട്ടി? -3. അപ്പൊ സിയുടെ എക്സ് സൂചക സംഖ്യ എന്ന് പറഞ്ഞാൽ -3. ഇനി നമുക്ക് വൈലോട്ട് വരയ്ക്കാം. വൈലോട്ട് വരയ്ക്കുമ്പോ എവിടാ പോയി മുട്ടുന്നത്? വൈലോട്ട് വരച്ചപ്പോൾ 4 പോയി മുട്ടി. അപ്പോൾ വൈ സൂചക സംഖ്യ എന്ന് പറഞ്ഞ 4 ആണ്. അങ്ങനാണെങ്കിൽ സി എന്ന് പറയുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ ഏവ എന്ന് ചോദിച്ചാൽ -3,4 എന്ന് മനസ്സിലായി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ബിന്ദു നമ്മൾ കൃത്യമായിട്ട് സൂചക സംഖ്യകൾ അടയാളപ്പെടുത്തി കൃത്യമായിട്ട് പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായ സ്ഥിതിക്ക് നമുക്ക് പതിയെ പാഠപുസ്തകത്തിലേക്ക് കടക്കാം. പാഠപുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പേ പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞ 2 വാക്കുകൾ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഇതാണ്ടേ പാഠപുസ്തകത്തിലെ വാക്കുകൾ ഞാൻ അതുപോലെ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വാക്കുകൾ ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞതാണ്. എന്നിരുന്നാലും നാണ്ടേ വിലങ്ങനെയും കുത്തനെയും വരകൾ ഉപയോഗിച്ചാണല്ലോ ഈ 2 സംഖ്യകൾ കണക്കാക്കുന്നത്. അത് പാഠപുസ്തകത്തിലെ വാക്കുകൾ കോപ്പി ചെയ്തിരിക്കുകയാണ്. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ വരകൾക്ക് സൂചക അക്ഷങ്ങൾ എന്ന് പറയും. അതായത് നമ്മൾ ഈ തലങ്ങനെയും വിലങ്ങനെയുമാണല്ലോ നമ്മൾ വരച്ചത്. അതാണ് തിരശ്ചീനമായിട്ട് ലംബമായിട്ടും വരച്ചു എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, സൂചക അക്ഷങ്ങൾ എന്നാണ് പറയുന്നത്. അതിലെ വിലങ്ങനെയുള്ള അക്ഷം, വിലങ്ങനെ എന്ന് പറയുമ്പോൾ തിരശ്ചീനമായിട്ട് വരച്ചത് എക്സ് അക്ഷം എന്നും കുത്തനെ ഉള്ളത് വൈ അക്ഷം എന്നും പറയും. രണ്ടും കൂടെ മീറ്റ് ചെയ്ത പോയിന്റ് ആധാര ബിന്ദു അല്ലെങ്കിൽ ഒറിജിൻ ആണെന്ന് പറഞ്ഞു. അതേപോലെ അക്ഷങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നേരത്തെ കണ്ട ഉദാഹരണങ്ങളിലെ പോലെ ഒരു ബിന്ദുവിന്റെ സ്ഥാനം സംഖ്യാ ജോഡിയായിട്ടാണ് എഴുതുന്നത്. അത് ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ എങ്ങനെയാണെന്ന് വരച്ച് കാണിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ സംഖ്യകളിലെ ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എന്നാണ് പറയുന്നത്, സൂചക സംഖ്യ എന്നാണ് പറയുന്നത്. അതിൽ ആദ്യം കിടക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ എക്സ് സൂചക സംഖ്യയും രണ്ടാമത് കിടക്കുന്നത് വൈ സൂചക സംഖ്യയും എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ഭംഗിയായിട്ട് ഞാൻ പറഞ്ഞു തന്ന അവിടെ അവസാനിപ്പിച്ചു. ഇനി ആണ്ടേ കണ്ടോ, കുറച്ചും കൂടെ ഭംഗിയായിട്ട് ആ പടം, പാഠപുസ്തകത്തിലെ ഒരു പടം അതുപോലെ ഞാൻ കോപ്പി ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. താണ്ടേ ഈ ബിന്ദു താണ്ടേ നമ്മൾ എക്സിലോട്ട് വരച്ചാൽ 3 വന്ന് മുട്ടി, വൈലോട്ട് വരച്ചപ്പോൾ 2 വന്ന് മുട്ടി. അതുകൊണ്ട് ആ ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 3, 2 ആണെന്ന് മനസ്സിലാക്കണം. അതേപോലെ മറ്റൊരു എക്സാമ്പിൾ താണ്ട മക്കളെ ഇവിടെ നോക്കിയടാ. എക്സിലോട്ട് വരച്ചപ്പോൾ എവിടെ വന്ന് മുട്ടിയത്? എക്സിലോട്ട് വരച്ചപ്പോൾ -2 വന്ന് മുട്ടി. അപ്പൊ -2 ആണ് തുടക്കത്തിൽ പറയേണ്ടത്. വൈലോട്ട് വരച്ചപ്പോൾ -3 വന്ന് മുട്ടി, -3. കണ്ടോ? അപ്പോൾ ഈ ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എന്ന് പറയുന്നത് -2, -3 ആണെന്ന് മനസ്സിലായി. അപ്പോൾ ഈ ബിന്ദുവിന്റെയോ എക്സിലോട്ട് വരച്ച -4, വൈലോട്ട് വരച്ച 1. അപ്പോൾ ഈ ബിന്ദുവിന്റെ സൂചക സംഖ്യ എന്ന് പറഞ്ഞാല് -4, 1 ആണെന്ന് മനസ്സിലാക്കിക്കൂടെ? അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഒരു പ്രതലത്തിലെ ഒരു ബിന്ദുവിന്റെ സൂചക സംഖ്യ കണ്ടുപിടിക്കാൻ അറിയണം, അല്ലെങ്കിൽ അവർ പറയുന്ന രീതിയിൽ വരയ്ക്കാൻ അറിയണം. ഇതാണ് പാഠപുസ്തകത്തിലെ ആദ്യമായിട്ട് കൊടുത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമുക്ക് പതുക്കെ പോകാം. ദാണ്ടേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇതുപോലെ ഒരു പടം തന്നിട്ട് ദാണ്ടേ അവിടെയാണ്, അതാണ് ചോദ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെയാണ്. ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു ഫിഗർ തന്നിട്ട് ഇത് എ എന്ന് പറയുന്ന ഒരു ബിന്ദു ദാണ്ടേ ഈ ഒരു പോയിന്റിന് നമുക്ക് ബി ആയിട്ട് പരിഗണിക്കാം, ഇത് സി ആയിട്ട് പരിഗണിക്കാം, ഇത് ഡി എന്ന് എടുക്കാം, ഇത് ഇ എന്ന് എടുക്കാം, ഇത് എഫ് എന്ന് എടുക്കാം, ഇത് ഒ എന്ന് എടുക്കാം. ഓരോ ബിന്ദുക്കളുടെയും സൂചക സംഖ്യകൾ എഴുതാൻ നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കാം. നല്ല ചോദ്യമാണ്. കാരണം
നമ്മൾ ഇതിന് മുമ്പത്തെ നമ്മുടെ UP സ്കൂൾ ടീച്ചർ പരീക്ഷയ്ക്ക് ഇതുപോലെ ഒരു ഫിഗർ തന്നിട്ട് അവർ ഏതെങ്കിലും ഒരു ബിന്ദുവിന്റെ സൂചക സംഖ്യ എഴുതുവാനാണ് ആവശ്യപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുമ്പോൾ നമ്മുടെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ഒരു പടം തരുന്നു, അതിൽ ഏതെങ്കിലും ഒരു മൂലയുടെ സൂചക സംഖ്യ കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞു തരുവാനായിരിക്കും ചോദ്യകർത്താവ് പ്രതീക്ഷിക്കുന്നത്. അതാണ് നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ മക്കളെ നോക്കിക്കോടാ, നമ്മൾ പതുക്കെ ചെയ്യാൻ പോവാണേ. ഇതാട്ടെ എയുടെ സൂചക സംഖ്യ എ എന്ന് പറയുന്ന ബിന്ദുവിൽ നിന്നും X അക്ഷത്തിലേക്ക് വരച്ച 4, X അക്ഷത്തിലേക്ക് വരച്ച 4, വൈയിലേക്ക് വരച്ച 2. അപ്പൊ ഉത്തരം 4, 2. കണ്ടോ, സിമ്പിൾ അല്ലേ? ഇവിടെ വാ, ഈയിലോട്ട് വാടാ. X അക്ഷത്തിലേക്ക് വരച്ച -4, Y അക്ഷത്തിലേക്ക് വരച്ച -2, -4 -2. കണ്ടോ? പിന്നെ എന്തായാലും ആ O എന്ന് പറയുന്ന ബിന്ദുവിന്റെ ഒറിജിന്റെ സൂചക സംഖ്യകൾ എന്ന് പറയുന്നത് 0,0 ആയിരിക്കും. സിമ്പിൾ. ഇനി X അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും Y സൂചക സംഖ്യ 0 ആയിരിക്കും. കാണാവെന്ന് പറഞ്ഞ എൻ്റെ കൂടെ. X അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും Y സൂചക സംഖ്യ 0 ആയിരിക്കും. Y അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും X സൂചക സംഖ്യ 0 ആയിരിക്കും. 2 തവണ കാണാതെ പറയണം. ഒന്നും കൂടെ. X അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും Y സൂചക സംഖ്യ 0 ആയിരിക്കും. Y അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും X സൂചക സംഖ്യ 0 ആയിരിക്കും. 3-4 തവണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. മനസ്സ് സെറ്റാവും. അപ്പോൾ നോക്കിക്കോണേ, X അക്ഷത്തിലെ ഒരു ബിന്ദു അല്ലേടാ ഇത്. ഞാൻ പറഞ്ഞു X അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും Y സൂചക സംഖ്യ 0 ആണ്. എന്താണ്? Y സൂചക സംഖ്യ 0. അപ്പൊ Y വാല്യൂ 0, X വാല്യൂ എന്ന് പറഞ്ഞാൽ 4 തന്നെ. സെറ്റ്. ഇത്രേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ Y അക്ഷത്തിലെ ഒരു ബിന്ദു അല്ലേടാ ഇത്. Y അക്ഷത്തിലെ ഒരു ബിന്ദു അല്ലേ അത്. Y അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും X സൂചക സംഖ്യ 0 അല്ലേ. Y അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും X സൂചക സംഖ്യ 0 അല്ലേ. അപ്പോൾ X സൂചക സംഖ്യ 0. X ആണല്ലോ ആദ്യം പറയേണ്ടത്. Y വാല്യൂ -2. കണ്ടോ, സിമ്പിൾ അല്ലേ പരിപാടി? സിമ്പിൾ പരിപാടി അല്ലേ? ഒന്നും കൂടെ അതാണ്ടേ സിയുടെ എന്ന് പറഞ്ഞേ, കോമ ഇട്ട് വെക്കാം ഞാൻ. നിങ്ങളൊന്ന് പറഞ്ഞു ചോദിക്കേ. നിങ്ങളൊന്ന് പറയാം, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളൊന്ന് സ്വന്തമായിട്ട് പറഞ്ഞു ചോദിക്കുക. സംഭവം ശരിയാവുന്നുണ്ട് അറിയാൻ വേണ്ടിയിട്ടാ. പറ. Y അക്ഷത്തിലെ ഒരു ബിന്ദു അല്ലേടാ സി. Y അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും X സൂചക സംഖ്യ 0 അല്ലേ. അപ്പൊ X വാല്യൂ 0. Y വാല്യൂ പിന്നെ കിടക്കുന്ന പോയിന്റ് ഏതാ? 2. കണ്ടോ, സംഭവം എളുപ്പമല്ലേ? സിമ്പിൾ പരിപാടിയല്ലേ? അങ്ങനെയാണ് താണ്ടേ ഡിയും കൂടെ പറഞ്ഞൊന്ന് അവസാനിപ്പിച്ച് നോക്കട്ടെ. വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചേ. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഡിയുടെ ആൻസറും കൂടെ പറ. X അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും Y സൂചക സംഖ്യ 0 അല്ലേ. Y സൂചക സംഖ്യ 0 ആണ്. അപ്പൊ X വാല്യൂ എത്ര? -4. ഇതാണല്ലോ. ഇത്രയേ ഉള്ളൂ പരിപാടി. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണെങ്കിൽ ഇതുപോലെ ഒരു ചോദ്യം, ഒരു ഫിഗർ തന്നിട്ട് നിങ്ങളോട് ഏതെങ്കിലും ഒരു ബിന്ദുവിന്റെ സൂചക സംഖ്യ കണ്ടുപിടിക്കാനായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. റിപ്പീറ്റ് അടിച്ച് കേട്ടോണം. വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്. സോ അങ്ങനെയാണെങ്കിൽ ദാണ്ടേ ഇതുപോലൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിലേക്ക് വരിക. ഇതിന്റെ ഈ ഒരു ഭാഗം കൂടെ കഴിഞ്ഞ് നമുക്ക് അടുത്ത ഭാഗം, ഇതിന്റെ ബാക്കിയുള്ള ചോദ്യങ്ങൾ അടുത്ത പാർട്ടായിട്ട് ചെയ്യാം. നിങ്ങൾ നോക്കിക്കോണേ, ഇതെല്ലാം പാഠപുസ്തകത്തിലെ ചോദ്യങ്ങൾ അതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന ക്വസ്റ്റ്യൻ അല്ല, എല്ലാം പാഠപുസ്തകത്തിലെ ഒരു ചോദ്യങ്ങൾ പോലും ഒഴിവാക്കാതെ വൃത്തിയായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകണം. കാരണം ചോദ്യകർത്താവ് എവിടുന്നാണ് ചോദ്യം ഇടുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. നിങ്ങൾ അതുകൊണ്ട് എപ്പോഴും പഠിക്കുമ്പോൾ ഏത് ചാപ്റ്റർ ആണോ പഠിക്കുന്നത് ആ ചാപ്റ്റർ തറവായിട്ട് പഠിക്കണം. ഒരു ചോദ്യം പോലും ഒഴിവാക്കാതെ പഠിക്കണം. നോക്കിക്കോണേടാ, ഇത് നമുക്ക് ഓന്നെടുക്കാം. പോട്ടെ, ഇത് ഓന്നങ്ങ് എടുക്കാം. അപ്പൊ ഞാൻ ഈ ഒരു പോയിന്റ് ഓന്നങ്ങ് എടുത്തും കളയുക കേട്ടോ. അത് വിട്ടേക്ക്, ബാക്കിയുള്ളത് പിടിച്ചോ. നോക്കിക്കോണേ, നാടെ ഈ പോയിന്റ് ഞാൻ ഓന്നങ്ങ് എടുത്തു, അത് വിട്.
ഇതാണ്ടേ, ഇത് എ എന്ന് എടുക്കാം, ഇത് ബി എന്ന് എടുക്കാം, ഇത് സി എന്ന് എടുക്കാം, ഇത് ഡി എന്ന് എടുക്കാം, ഇത് ഇ എന്ന് എടുക്കാം, ഇത് എഫ് എന്ന് എടുക്കാം. നോക്കിക്കോണേ, ഇങ്ങനെ ഒരു പടമാണ്. പക്ഷെ വളരെ എല്ലാത്തിൻ്റെയും കണ്ടുപിടിക്കാൻ ചോദിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയ കോമഡി. എല്ലാ പോയിന്റിന്റെയും കണ്ടുപിടിക്കാൻ ചോദിക്കത്തില്ല. ഇവർ ഇതുപോലൊരു പടം തന്നിട്ട് ദാണ്ടേ, തന്നിരിക്കുന്ന ചിത്രത്തിലെ ബിയുടെ സൂചക സംഖ്യകൾ ഏവ, അല്ലെങ്കിൽ ഇയുടെ സൂചക സംഖ്യകൾ ഏവ, അല്ലെങ്കിൽ ഡിയുടെ സൂചക സംഖ്യകൾ ഏവ എന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് തുടങ്ങാം, പരിപാടി തുടങ്ങാം. നമുക്ക് ആദ്യം പോകേണ്ടത് ഇയിലോട്ട് പോവാം. ഇയിലോട്ട് പോട്ടെ. ആദ്യം നിങ്ങൾ എങ്ങോട്ട് പോകണം? ആ പോയിന്റിൽ നിന്ന് എക്സിലോട്ട് വരയ്ക്കടാ. ആ പോയിന്റിൽ നിന്ന് എക്സിലോട്ട് വരച്ചാൽ എക്സിൽ എവിടെ വന്ന് മുട്ടിയത്? 8-ലല്ലേ? അപ്പൊ എക്സ് സൂചക സംഖ്യ 8 ആ. ഇനി അവിടുന്ന് വൈലോട്ട് വരയ്ക്കും എവിടെ വന്ന് മുട്ടിയ 4-ലല്ലേ? അപ്പൊ ഉദാഹരണ പിടിച്ചു 8,4. നിങ്ങൾ ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾ ഇപ്പൊ പോസ്റ്റ് ചെയ്ത് വെക്കുക, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്കുക. അങ്ങനെയാണെങ്കിൽ 1 മാർക്ക് ഉറപ്പിക്കുക. ഇത്രേ ഉള്ളൂ, ചോദ്യം ഇത്രേ ഉള്ളൂ. മനസ്സിലായോ? എന്നാ നോക്കിക്കോണേ, എന്നാണ്ടേ താഴോട്ട് വരയ്ക്കുക. ആദ്യം എക്സിലോട്ടല്ലേ പോകണ്ടേ? എക്സിലോട്ട് വരച്ചാ 8 ആ, സെറ്റ്. ഇനി വൈലോട്ട് വരയ്ക്കുക. വൈലോട്ട് വരുമ്പോ 2. കണ്ടോ? എഫിന്റെ സൂചക സംഖ്യകൾ ഏവാന്ന് ചോദിച്ചാല് കണ്ണും പൂട്ടി നമ്മൾ പറയും 8-2 എന്ന് പറയും. സംഭവം എളുപ്പമല്ലേ? അടുത്ത പിടി ആണ്ടാ, ഡിയുടെ പിടിച്ചോണേ. ആദ്യം നമുക്ക് പോകേണ്ടത് എങ്ങോട്ടാ? എക്സിലോട്ട് പോകണം. എക്സിലോട്ട് വരാം. എക്സിലോട്ട് വരച്ചാൽ എവിടെ വന്ന് മുട്ടിയത്? 4-ലല്ലേ? എക്സിലോട്ട് വരച്ചാൽ 4 സെറ്റ്. ഇനി വൈലോട്ട് വരയ്ക്ക്. വൈലോട്ട് വരച്ചാലും 4. അപ്പൊ ഉത്തരം 4,4. മനസ്സിലായോ? ഇനി അടുത്തത് ബിയുടെ വര. എക്സിലോട്ട് വരച്ചാ 4, വൈലോട്ട് വരച്ചാ 2. കണ്ടോ? 4-2 പരിപാടി കഴിഞ്ഞാണ്ടോ? അടുത്തത് സിയിലോട്ട് പോ. ആ, അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. എക്സ് അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും വൈ സൂചക സംഖ്യ 0 ആയിരിക്കും. ഒന്നും കൂടെ, എക്സ് അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും വൈ സൂചക സംഖ്യ 0 ആയിരിക്കും. അതുകൊണ്ട് വൈ നമ്പർ 0 ആണെന്നുള്ള കാര്യം കൺഫേം ആയി. എക്സ് നമ്പർ ആ നമ്പർ തന്നെ, ഏതാ? 4. അപ്പൊ ഉത്തരം 4,0 ആണ് സിയുടെ സൂചക സംഖ്യ എന്ന് മനസ്സിലായി. എളുപ്പമല്ലേ? എയുടെ സൂചക സംഖ്യ വേണമെങ്കിൽ വൈ അക്ഷത്തിലെ ഒരു ബിന്ദു അല്ലേ? വൈ അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും എക്സ് സൂചക സംഖ്യ 0 ആണ്. അപ്പൊ എക്സ് സൂചക സംഖ്യ 0 ആണ്. വൈ നമ്പർ എന്ന് പറഞ്ഞാൽ 2 ആണ്. വൈ നമ്പർ 2. പിന്നെ ഒറിജിന്റെ സൂചക സംഖ്യ എപ്പോഴും 0,0 ആയിരിക്കും എന്നുള്ള കാര്യം ഞാൻ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. സംഭവം മനസ്സിലായല്ലോ? ഇതാണ് ഇതിന്റെ പാറ്റേൺ. ഇപ്പൊ നിങ്ങൾക്ക് കാര്യം കുറച്ചുകൂടെ ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതുപോലെ ഒരു ഫിഗർ തന്നിട്ട് കണ്ടുപിടിക്കാനായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് മറ്റൊരു പാഠപുസ്തകത്തിലെ ചോദ്യത്തിലേക്ക് പതിയെ പോകാം. അടുത്ത ചോദ്യം വന്നിരിക്കുന്നത് ഇതാണ്. അപ്പൊ ഈ ചോദ്യം കാണുമ്പോഴേ നമുക്കറിയാം ഒരു ത്രികോണമുണ്ട്. ത്രികോണത്തിന് 3 മൂലകളുണ്ട്. ആ 3 മൂലകളുടെ സൂചക സംഖ്യകൾ ഏതാണെന്നാണ് ചോദ്യകർത്താവ് പ്രതീക്ഷിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ അതിനു മുമ്പേ ത്രികോണങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു അറിവ് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. 6 തരത്തിലുള്ള ത്രികോണങ്ങളുണ്ട്. സമഭുജ ത്രികോണം, സമപാർശ്വ ത്രികോണം, വിഷമഭുജ ത്രികോണം, മട്ടത്രികോണം, അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ന്യൂന ത്രികോണം, അതേപോലെ ഒപ്റ്റ്യൂസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ ബൃഹത്ത് ത്രികോണം. അങ്ങനെ 6 തരത്തിലുള്ള ത്രികോണങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 6 തരത്തിലുള്ള ത്രികോണങ്ങളും അതിൻ്റെ കംപ്ലീറ്റ് ഇക്വേഷൻസ് നിങ്ങൾ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് പഠിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കംപ്ലീറ്റ് കാര്യങ്ങളും ത്രികോണത്തിനകത്തുനിന്ന് പഠിച്ചു വെക്കണം. അത് അത്യന്താപേക്ഷിതമാണ്. സാധാരണ ഏതൊരു പരീക്ഷയ്ക്ക് പോകുമ്പോഴും
ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നിങ്ങളിൽ കേട്ടറ്റ് പരീക്ഷ ക്ലിയർ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, കേട്ടറ്റ് പരീക്ഷകളിലൊക്കെ ത്രികോണവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നിലധികം ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് വരാറുള്ളതെന്നുള്ള വസ്തുത നമുക്കറിയാവുന്ന കാര്യമാണ്. പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ത്രികോണത്തിന് 3 മൂലകളാണുള്ളത്. അതാണ്ടേ, ഈ മൂല നമുക്ക് എ എന്നെടുക്കാം, ഇത് നമുക്ക് ബി എന്നെടുക്കാം, ഇത് നമുക്ക് സി എന്ന് എടുക്കാം. ഇവിടെ ഈ ത്രികോണത്തിലെ എ എന്ന് പറയുന്ന മൂല അത് y അക്ഷത്തിലെ ഒരു ബിന്ദുവാണ്. മക്കളെ, y അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും x സൂചക സംഖ്യ 0 അല്ലേ? y അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും x സൂചക സംഖ്യ 0 ആണ്. y നമ്പർ 4 അതുപോലെ തന്നെ എഴുതി വെച്ചു, കഴിഞ്ഞു. സി എന്ന് പറയുന്ന പോയിന്റ് x അക്ഷത്തിലെ ഒരു ബിന്ദുവാ. x അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും y സൂചക സംഖ്യ 0 ആണ്. അപ്പോൾ y സൂചക സംഖ്യ 0. x നമ്പർ എന്ന് പറഞ്ഞാൽ 1 അല്ല 2 അല്ല, അതിനിടയിലാ. 1ന്റെയും 2ന്റെയും ഇടയിൽ 1.5, അപ്പോ 1.5 ആണെന്ന് മനസ്സിലായി. അതായത് സി എന്ന് പറയുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ എന്ന് പറയുന്നത് 1.5, 0 ആണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത മറ്റൊരു ബിന്ദുവാണ് ബി എന്ന് പറയുന്നത്. ബി എന്ന് പറയുന്ന ബിന്ദുവിന്റെ സൂചക സംഖ്യകൾ, എടാ ബി എന്ന് പറയുന്ന ബിന്ദു x അക്ഷത്തിലെ ഒരു ബിന്ദുവല്ലേ? x അക്ഷത്തിലെ ഏതൊരു ബിന്ദുവിന്റെയും y സൂചക സംഖ്യ 0 അല്ലേ? അപ്പോൾ y സൂചക സംഖ്യ 0, x നമ്പർ എന്ന് പറഞ്ഞാല് -1 അല്ല, -2 അല്ല, അതിനിടയിലെ, അതായത് -1.5 ആണെന്ന് മനസ്സിലായി. അങ്ങനെ ഈ തന്നിരിക്കുന്ന ABC എന്ന് പറയുന്ന ത്രികോണത്തിന്റെ 3 മൂലകളുടെയും സൂചക സംഖ്യകൾ നമ്മൾ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചോദ്യമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അങ്ങനെ പാഠപുസ്തകത്തിലെ സൂചക സംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് സൂചക സംഖ്യ എന്നും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പാഠപുസ്തകത്തിന്റെ തുടക്കത്തിൽ കൊടുത്തിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളുമാണ് ക്ലാസ്സിൽ പരിചയപ്പെടുത്തിയത്. അപ്പോൾ തന്നെ വീഡിയോ ഒരുപാട് ദൈർഘ്യമുള്ള ഒരു വീഡിയോ ആയി. അപ്പൊ നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അടുത്ത ഭാഗത്ത് നമ്മൾ ഇതിന്റെ ബാക്കി ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പൊ നിങ്ങളെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, വരാൻ പോകുന്ന നമ്മുടെ LP UP പരീക്ഷകളെ മുന്നിൽ കണ്ടുകൊണ്ട് നല്ല സീരിയസ് ആയിട്ട് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ, അതായത് നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് 2028 വരാൻ പോകുന്ന റാങ്ക് ലിസ്റ്റിലെ ആദ്യത്തെ 50-നകത്ത്, നിങ്ങൾ ഏത് ജില്ലയാണോ എഴുതുന്നത്, ആദ്യത്തെ 50-നകത്താണ് നിങ്ങളുടെ പേര് വരേണ്ടതെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള പഠനം വളരെ അപകടം നിറഞ്ഞതാണ്. കാരണം നമുക്ക് ആ ചെറിയൊരു സമയത്തിനുള്ളിലെ ഈ പറയുന്ന വലിയൊരു സിലബസ് പൂർത്തീകരിക്കുക എന്ന് പറയുന്നതും അതേപോലെ SCERT ടോപ്പിക്കുകൾ തീർക്കുക എന്ന് പറയുന്നതും സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് ലളിതമായ ഒരു പ്രവൃത്തിയല്ല. ഇപ്പോൾ നിങ്ങൾ പഠനം ആരംഭിക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ കാൽവെപ്പോടുകൂടി ഈ പരീക്ഷ ഏറ്റവും നന്നായിട്ട് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അതായത് വലിയ ഒരു അലമ്പില്ലാതെ, എന്നാൽ വലിയൊരു മാനസിക സംഘർഷത്തിൽ നമ്മൾ പോകാതെ ചെറിയ ചെറിയ ചുവടുവെപ്പോടുകൂടി ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ പരീക്ഷ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വളരെ ഭംഗിയായിട്ട് പെട്ടെന്ന് ക്രാക്ക് ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് 2025 ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. 2026 എന്ന് പറയുന്ന ഒരു വർഷം നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ 2026 എന്ന് പറയുന്ന വർഷത്തിന്റെ പകുതി 6 മാസം കൊണ്ട് നിങ്ങൾ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എൻറ്റയർ പാഠപുസ്തകങ്ങളും തീർക്കണം. അതിനുശേഷം സിലബസ് കേന്ദ്രീകരിക്കുക. മക്കളെ, 2027 അവസാനം, 2026 അവസാനം നിങ്ങളുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾ സെറ്റ്. 2027 പകുതിയോടുകൂടി പരീക്ഷ അങ്ങ് നടക്കും.
2027 പകുതിയോടുകൂടി പരീക്ഷ നടന്ന് അതിന്റെ പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പിന്നെ അതിനുശേഷം പിന്നെ ഇന്റർവ്യൂ നടന്ന് 2028 റാങ്ക് പട്ടിക വരുമ്പോൾ നിങ്ങളുടെ റാങ്ക് ഓരോരുത്തരുടെയും ആദ്യത്തെ 50-നകത്തേക്ക് വരും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 2028 സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ 2025 നിങ്ങളുടെ പ്രിപ്പറേഷൻ തുടങ്ങണം. 2022 പ്രിപ്പറേഷൻ തുടങ്ങിയവർ 2025 സേഫായി. 2025 നിങ്ങൾ തുടങ്ങുമ്പോൾ 2028 നമ്മൾ സേഫ് ആവും. 2028 സ്വപ്നം കണ്ടുകൊണ്ട് നിങ്ങൾ മുമ്പോട്ട് നീങ്ങുക. അതിനു വേണ്ടിയിട്ട് ഇത്തരം കൃത്യമായ ഒരു പഠനം നമ്മളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ LP UP വേണ്ടിയിട്ട് ഗുരു എന്ന് പറയുന്ന ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഗുരു എന്ന് പറയുന്ന ബാച്ചിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അലമ്പില്ലാതെ നിങ്ങൾ പതിയെ പതിയെ കാര്യങ്ങൾ പഠിപ്പിച്ച് SCRT വളരെ തറവായിട്ടുള്ള ഒരു നോളജ് ഡെവലപ്പ് ചെയ്യുക. അതിനുശേഷം സിലബസിലേക്ക് കാലെടുത്ത് വെക്കുക. 2028 റാങ്ക് പട്ടിക വരുമ്പോൾ CCയോട് ചേർന്ന് നിന്ന് പഠിച്ച എല്ലാ ഉദ്യോഗാർത്ഥികളെയും റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് കാലെടുത്ത് വെപ്പിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം കൂടിയാണ് നമ്മൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്നത്. സോ എല്ലാവർക്കും ഈ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങളെ കൃത്യമായിട്ടൊരു മെന്റർ കൃത്യമായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ട് ഓരോ ദിവസങ്ങളും പ്രൊഡക്റ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് ആക്കി എടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. സോ അത്തരത്തിൽ ഈ ബാച്ചുകളിലേക്ക് അഡ്മിഷൻ എടുക്കുവാൻ ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തുകൊണ്ട് യഥാർത്ഥ അധ്യാപികയായിട്ട് 2028 വിലസുക. 2028 നിങ്ങൾ ഒരു സർക്കാർ സ്കൂളിലെ അഡ്വൈസ് കൈപ്പറ്റി സർക്കാർ സ്കൂളിൽ പോയി ആ ഒരു സൈൻ ചെയ്യുന്ന രംഗം മനസ്സിൽ ഓർത്തുകൊണ്ട് നിങ്ങൾ ദിവസങ്ങൾ പഠിച്ച് മുമ്പോട്ട് പോവുക. എല്ലാവർക്കും 2028 തീർച്ചയായിട്ടും റാങ്ക് ലിസ്റ്റിന്റെ ആദ്യ ഭാഗത്തേക്ക് നിങ്ങളുടെ പേരുകൾ എത്താനുള്ള സൗഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു. ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സോ ടേക്ക് കെയർ. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സജഷൻസും ഈ കമന്റ് ബോക്സിലേക്ക് ഒന്ന് രേഖപ്പെടുത്തുക. അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ അടുത്ത ഭാഗങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു യൂസ്ഫുൾ സെഷനുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.